ഗുഡ് മോർണിംഗ് മൈ ഡിയർ കിഡ്സ്. വെൽക്കം ടു മൈ കിഡ്സ് ഗാർഡൻ. എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനാണെങ്കിൽ ഒരു ആൽഫബറ്റ് സീക്വൻസ് ഉണ്ടാക്കിയിരുന്നു, ഒരു ഫൺ ആക്ടിവിറ്റി. എല്ലാവരും ആ വീഡിയോ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പം നമ്മൾ എവിടം വരെ ആയിരുന്നു പഠിച്ചിരുന്നത്? എ ബി സി ഡി ഇ എഫ് ജി എച്ച്. എ മുതൽ എച്ച് വരെയുള്ള ലെറ്റേഴ്സ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. അതുവരെ നിങ്ങൾക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനൊരു ഫൺ ആക്ടിവിറ്റി ആയിട്ട് ഒരു ആൽഫബറ്റ് സീക്വൻസ് ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എച്ച് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ഏതാണ്? ഐ. അടുത്ത ലെറ്റർ ഏതാണ്? ഐ. അതാണ് ഞാൻ നിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്നത്. നോക്കിക്കേ, എങ്ങനെയാണ് ഐ എഴുതുന്നതെന്ന് എല്ലാവരും ശ്രദ്ധിച്ചോണം. എന്തോ ചെയ്യണം? താഴോട്ട് ഒരു സ്റ്റാൻഡിങ് ലൈൻ കൊടുക്കണം. ഓക്കെ, താഴോട്ട് എന്തോ ചെയ്യണം? ഒരു സ്റ്റാൻഡിങ് ലൈൻ കൊടുക്കണം. എന്നിട്ട് എന്തോ ചെയ്യണം? ഇങ്ങനെ സ്ലീപ്പിംഗ് ലൈൻ കൊടുക്കണം. ഇങ്ങനെ സ്ലീപ്പിംഗ് ലൈൻ കൊടുക്കണം. മനസ്സിലായോ എങ്ങനെ ഐ എഴുതുന്നത്? ഇങ്ങനെ ഒരു സ്ലീപ്പിംഗ് ലൈൻ കൊടുക്കണം. കണ്ടോ ഐ എങ്ങനെ എഴുതുന്നതെന്ന്? കണ്ടോ എങ്ങനെയാണ്? ഒന്നും കൂടെ നോക്കിക്കേ. താഴോട്ട് ഇങ്ങനെ സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ. കണ്ടോ ഐ എങ്ങനെ എഴുതുന്നതെന്ന്? മനസ്സിലായോ എങ്ങനെ ഐ എഴുതണ്ടേന്ന്? ഒന്നും കൂടെ കാണിച്ചു തരാം. ഐ സിമ്പിളാണ്, എളുപ്പമാണ് ഐ എഴുതാൻ. താഴോട്ട് സ്റ്റാൻഡിംഗ് ലൈൻ കൊടുക്കുക, സ്ലീപ്പിംഗ് ലൈൻ കൊടുക്കുക, സ്ലീപ്പിംഗ് ലൈൻ കൊടുക്കുക. കണ്ടോ ഐ എന്ന് പറയുന്ന ലെറ്റർ എങ്ങനെ എഴുതുന്നേന്ന്? എളുപ്പമല്ലേ? ഇനി നമ്മൾ 4 ലൈനിൽ എങ്ങനെയാ ഇത് എഴുതുന്നതെന്ന് നോക്കാം. നോക്കിക്കേ, നമുക്ക് 4 ലൈനിൽ എങ്ങനെയാ എഴുതുന്നതെന്ന് നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ചോ. നമ്മൾ ഈ 3 ലൈനിൽ നിർത്തി വേണം എഴുതാൻ. ആദ്യം ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് വരയ്ക്കുക. കണ്ടോ? എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ കൊടുക്കുക. കണ്ടോ ഐ എങ്ങനെ എഴുതുന്നേന്ന്? ടീച്ചറിന്റെ മാർക്കർ ആണെങ്കിലേ പന്നതായിപ്പോയി, ബ്ലാക്ക് മാർക്കർ. അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതുന്നത് ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയില്ല. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയിരുന്നോണേ. ഉടനെ നമുക്ക് പുതിയ മാർക്കർ മേടിച്ചിട്ട് കറക്റ്റായിട്ട് കാണിക്കാം. നോക്കിക്കേ എങ്ങനെയാന്ന്? താഴോട്ട് സ്റ്റാൻഡിംഗ് ലൈൻ കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ സ്ലീപ്പിംഗ് ലൈൻ കൊടുക്കുക. കണ്ടോ ഐ എങ്ങനെ എഴുതുന്നതെന്ന്? എങ്ങനെയാണ്? ഒന്നും കൂടെ ശ്രദ്ധിച്ചേ. താഴോട്ട് സ്റ്റാൻഡിംഗ് ലൈൻ കൊടുക്കുക, ഇങ്ങനെ സ്ലീപ്പിംഗ് ലൈൻ കൊടുക്കുക. കണ്ടോ ഐ എങ്ങനെ എഴുതുന്നതെന്ന്? അതുപോലെ തന്നെ ഐ എഴുതപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. താഴോട്ട് സ്റ്റാൻഡിംഗ് ലൈൻ കൊടുക്കുന്നു. എന്നിട്ട് സ്ലീപ്പിംഗ് ലൈൻ ഇവിടെ കൊടുത്തിട്ട് ഇവിടെ കൊടുക്കാൻ നോക്കരുത്. മേളില് ഫസ്റ്റ് സ്റ്റാൻഡിംഗ് ലൈൻ ഇങ്ങനെ കൊടുക്കണം. അതിനുശേഷം മേളിലത്തെ സ്ലീപ്പിംഗ് ലൈൻ കൊടുത്തതിന് ശേഷമേ താഴത്തെ സ്ലീപ്പിംഗ് ലൈൻ കൊടുക്കാവൂ. നിങ്ങൾ ഒരിക്കലും തെറ്റായിട്ടുണ്ട് ഇങ്ങനെ എഴുതി വെക്കല്, അത് തെറ്റാണ്. ഓക്കെ, അങ്ങനെ ഒരിക്കലും എഴുതല്ലേ. കറക്റ്റായിട്ട് തന്നെ എഴുതി പഠിക്കണം കേട്ടോ. എങ്ങനെ ഞാൻ പറഞ്ഞേ? താഴോട്ട് സ്റ്റാൻഡിംഗ് ലൈൻ കൊടുത്തിട്ട് ഇങ്ങനെ സ്ലീപ്പിംഗ് ലൈൻ എടുക്കണം. കണ്ടോ ഇങ്ങനെ വേണം കൊടുക്കാൻ. കണ്ടോ എങ്ങനെ 4 ലൈൻ എഴുതുന്നതെന്നാ പറഞ്ഞേ? താഴോട്ട് ഇങ്ങനെ സ്റ്റാൻഡിംഗ് ലൈൻ കൊടുക്കുക, ഇങ്ങനെ സ്ലീപ്പിംഗ് ലൈൻ കൊടുക്കുക. കണ്ടോ? അപ്പൊ നിങ്ങൾ എന്തോ ചെയ്യണം? ഒരു ബുക്ക് എടുക്കുക, അതിനകത്ത് ഐ എന്ന് പറയുന്ന ലെറ്റർ എഴുതി പഠിക്കണം. 4 ലൈനില് ഐ എന്ന് പറയുന്ന ലെറ്റർ നല്ല വൃത്തിക്ക് ഒരു പേജിനകത്ത് എഴുതി പഠിക്കണം. മനസ്സിലായോ? പിന്നെ ഇതുവരെ നിങ്ങൾ ഏതൊക്കെ പഠിച്ചത്? എ മുതൽ എച്ച് വരെയുള്ള ലെറ്റർ പഠിച്ചു. എച്ച് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ആണ് ഐ. അപ്പം എന്തോ ചെയ്യണം? റിവൈസ് ചെയ്യണം, വീണ്ടും റിവൈസ് ചെയ്യണം. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ, അങ്ങനെ വീണ്ടും റിവൈസ് ചെയ്യണം. മനസ്സിലായോ? എന്നിട്ട് ഒരു പേജ് എടുത്തിട്ട് നിങ്ങൾ കാണാതെ എഴുതി നോക്കണം. എ മുതൽ ഐ വരെ എഴുതി നോക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും, ആ ഓക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് മനസ്സിലായി എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. മനസ്സിലായോ? അപ്പം ഇങ്ങനെ വേണം എഴുതി പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ എല്ലാ കുഞ്ഞു മക്കൾക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പറും മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. അതിൽ ഹായ് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അതിനുള്ള റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.